കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി റമീസിന്റെ മാതാപിതാക്കളെ കോതമംഗലത്ത് എത്തിച്ചു. ഒളിവിലായിരുന്ന ഇരുവരെയും തമിഴ്നാട് സേലത്ത് നിന്നാണ് പിടികൂടിയത്. വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ധന്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി റമീസിന്റെ മാതാപിതാക്കളെ അന്വേഷണ സംഘം രണ്ടാം പ്രതി മൂന്നാം പ്രതിയുമായി ചേർത്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ തിരക്കിയുള്ള അന്വേഷണം നടക്കുകയായിരുന്നു. ഇവർ ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. തുടർന്നാണ് മൂവാറ്റുപുഴ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലൊരു വിഭാഗം ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ സേലത്ത് നിന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. മാതാവ് ഷെറീനെയും പിതാവ് റഹീമിനെയുമാണ് പോലീസ് കസ്റ്റഡി എടുത്തത്. ഇവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നുള്ള അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. കൂടാതെ വിശദമായ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ പോലീസ് ആലോചിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ പങ്കുകൂടി മരണത്തിൽ ഏത് നിലയ്ക്കാണുള്ളത് എന്നടക്കമുള്ളവ പരിശോധിക്കും. പിന്നീട് കോടതിയിൽ ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് കോതമംഗലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ മൂന്നുപേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആലോചിക്കുകയാണ്. അത്തരം നടപടികളിലൂടെ കടന്നുപോയി കൂടുതൽ വിശദമായ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തലവനായ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പറയുന്നത്. ധന്യ. ശരി ആഷിഖ്.